തമിഴ്നാട്ടിൽ വിജയ് വന്നാൽ എന്തെങ്കിലുമൊക്കെ മാറ്റം കൊണ്ടുവരാനാകുമോ, അല്ലെങ്കിൽ വിജയും പല മന്ത്രിമാരെ പോലെ വെറും വാഗ്ദാനങ്ങൾ മാത്രമായിരിക്കുമോ എന്നുള്ള ചോദ്യത്തിന് ആദ്യം തന്നെ ചുട്ട മറുപടി നൽകിയിരിക്കുകയാണ് വിജയ്. കേരള ഉടൻ തന്നെ ആദ്യത്തെ ഉത്തരവിറക്കിയത് തമിഴ്നാട്ടിൽ 200 യൂണിറ്റ് ഫ്രീ എന്നുള്ള പദ്ധതിയാണ്. ഇതുപോലെ ഒരുപാട് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിട്ടുള്ള പലരും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞാണ് താൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമെങ്കിലും ചെയ്തിട്ടുള്ളത്. ഇപ്പോഴിതാ 2 ദിവസം കഴിഞ്ഞപ്പോൾ മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. തമിഴ്നാട് തന്നെ സ്തംഭിച്ചു പോയി എന്ന് വേണമെങ്കിൽ പറയണം. സ്കൂളുകളുടെ പരിസരത്തും അമ്പലങ്ങളിലും പള്ളികളിലും ഒക്കെ പരിസരത്തുണ്ടാവുന്ന 717 ടാസ്മാക് അടച്ചുപൂട്ടാനാണ് ഇപ്പോൾ തമിഴ്നാട് മുഖ്യമന്ത്രിയായ വിജയ് ഉത്തരവിട്ടിരിക്കുന്നത്. കയറി 3-ാം ദിവസമാണ് ഇങ്ങനെ ഒരു അടി നൽകുന്നത്. ഇത്രയും വേഗം ഒരു മുഖ്യമന്ത്രിയും ഇങ്ങനെ ഒരു നടപടി സ്വീകരിച്ചിട്ടില്ല എന്നതാണ് കാര്യം. മദ്യത്തിനെതിരെയും ലഹരിക്കെതിരെയും തുറന്നടിച്ച് പലവട്ടം വിജയ് ആവർത്തിച്ച് പ്രസംഗം നടത്തിയിട്ടുണ്ട്. പക്ഷെ അതൊക്കെ വെറും വാഗ്ദാനങ്ങളിൽ ഒതുങ്ങിപ്പോവാതെ കയറി 3-ാം ദിവസം തന്നെ ഇത് നടപ്പിലാക്കുന്ന ആദ്യത്തെ മുഖ്യമന്ത്രി ആയിരിക്കാം ഒരുപക്ഷെ വിജയ്. മാത്രമല്ല, വിജയുടെ കൂടെയുള്ള 108 TVK MLA-മാരുടെ വിദ്യാഭ്യാസ യോഗ്യത കണ്ട് പലരും ഞെട്ടിപ്പോയി. ഇതിൽ 12-ാം ക്ലാസ്സും 10-ാം ക്ലാസ്സുമായിട്ടുള്ള വ്യക്തികൾ വെറും 8 പേര് മാത്രമാണ്. ബാക്കിയെല്ലാം ഗ്രാജുവേറ്റ് ആണ്. ഡോക്ടറേറ്റ് എടുത്തവർ പോലും 10-13 പേര്. സിവിൽ സർവീസ് ഉദ്യോഗസ്ഥരും വലിയ വിദ്യാഭ്യാസമുള്ളവരും ഒക്കെ വിജയുടെ പാർട്ടിയിലെ MLA-മാരാണ്. വിജയുടെ TVK MLA സ്ഥാനാർത്ഥികളുടെ വിദ്യാഭ്യാസം കാണുമ്പോൾ തന്നെ അങ്ങോട്ട് ചെന്ന് വോട്ടിടാൻ തോന്നുന്നു എന്നാണ് മലയാളികളടക്കം കമന്റ് ചെയ്യുന്നത്. എന്താണ് വിജയുടെ ഈ ഒരു നടപടിയെക്കുറിച്ച് നിങ്ങൾക്ക് പറയാനുള്ളതെന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക. ഒപ്പം വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.